എടാ എന്തിനാണ് അവന്റെ മീശ എടുത്ത്? ഈ ഓൾ ഇന്ത്യയില് ബാലകൃഷ്ണൻ മാത്രമാണ് മീശ വെക്കേണ്ടത്. ഓ ഡാഡി, ലാസ്റ്റ് പഞ്ചൊന്ന് പറഞ്ഞേ. എടാ എന്റെ മോനെ ഹോർലിക്സ് കൊടുത്തും ബൂസ്റ്റ് കൊടുത്തൊന്നുമല്ല വളർത്തിയത്, ധൈര്യം കൊടുത്താ വളർത്തിയത്. ഓക്കേ, അവനൊരു ബ്രഷ് ഇവനൊരു ബ്രഷ്, അപ്പൊ പല്ലോ അവനൊരു സോപ്പ് ഇവനൊരു സോപ്പ്, അപ്പൊ ശരീരം അവര് രണ്ടുപേരും ഒരാളാണെന്ന് നിങ്ങൾ എന്നാണോ മനസ്സിലാക്കാൻ പോകുന്നത്? പോടാ വട്ട. ബോഡി മാത്രമല്ല, റൂമും ഷെയർ ചെയ്തു. എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ, അവന്റെ ഒരു ലൈഫ് സ്റ്റൈൽ. ഏയ്, നിന്റെ നീറ്റ്നെസ്സും നിന്റെ റൂമും. ഡാ, എന്തുവാടാ ഇത്? ലൈഫ് എന്ന് പറഞ്ഞ എന്റെയാടാ, റൂം എന്ന് വെച്ചാൽ എന്റെ റൂം പോലെ ഇരിക്കണം. അവന്റെ റൂമും. ഇവനൊക്കെ എവിടെ നിന്ന് വന്നു? ഇന്ന് എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, നിന്നൊന്ന് പുറത്തു വരാൻ സമ്മതിക്കില്ല. ഇയർ പോഡ്സ്. എന്തിനാണ് ഈ DTS എഫക്ട്? മുൻപേ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓഫീസിൽ പോണം, പിന്നെ ഏതോ മീറ്റിംഗ് ആണെന്ന്. അപ്പൊ അബിയുടെ പ്രോഗ്രാമോ? രാം സാറേ, സാറ് സൂപ്പറാ. സാർ ഏത് കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാലും ആ കമ്പനിയുടെ ഷെയർ വർദ്ധിച്ചോണ്ടിരിക്കുക. സർ, നിങ്ങൾ വിൽക്കാൻ പറയുന്ന കമ്പനിയുടെ ഷെയർസ് ഒക്കെ പെട്ടെന്നാണ് ഡൗൺ ആവുന്നത്. രാത്രി 10 മണിക്ക് 10 പാക്ക് അടിച്ചിട്ട് വരാനല്ലോ നിന്നോട് പറഞ്ഞേ. എടാ അബി, ആ റൗഡികള് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും ടീസ് ചെയ്തോണ്ടിരിക്കുക. ആ എടാ, നിങ്ങളുടെ ബഡ്ജറ്റിന് 1 ലക്ഷം രൂപയുടെ ഐഫോൺ ഓക്കെ ആണോടാ? പക്ഷെ ചൈനീസ് ഉണ്ടല്ലോ, വെറും 1000 രൂപയ്ക്ക് തരുവാനോടാ ഐഫോൺ. അങ്ങനെയുള്ള ചൈനീസ് പെണ്ണുങ്ങളെയാണോടാ നിങ്ങൾ കരയിപ്പിക്കുന്നത്? ഫൈറ്റില് ലോഗിൻ ആയടാ, വാടാ നമുക്കൊരു കൈ നോക്കാം. ഐ ലവ് ചൈന, ഐ ഹേറ്റ് ചൈന. ഈ ചൈനീസ് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ നാട് എക്കണോമിക്കലി ഭയങ്കര പിന്തള്ളിയാ ഉള്ളത്. പക്ഷേ അവരുടെ നാട്ടിലെ പെണ്ണുങ്ങളെ കരയിപ്പിക്കുന്നത് തെറ്റാണ്. ഐ വിൽ കോൾ ദ ഷീ ടീം. ഷീ ടീമോ എന്ന് വെച്ചാ നോ ഫൈറ്റ്. എടാ, എന്തിനാടാ വെറുതെ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട്? അഹിംസോ പരമോ ധർമ്മഹ. ഫൈറ്റിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്തോളൂ സഹോദരന്മാരെ. എന്താ ഇത്? ഹെയർ സ്റ്റൈലും മാറി, ഡ്രസ്സിംഗ് സ്റ്റൈലും മാറി, ക്യാരക്ടർ മാറി ചേട്ടാ. എടാ, ഫൈറ്റ് ചെയ്യാൻ വന്നിട്ട് പെട്ടെന്ന് എന്താടാ മനസ്സ് മാറി എങ്ങോട്ടാ പോവാൻ നോക്കുന്നത്? ഫൈറ്റ് ചെയ്യുന്ന ഞങ്ങള് ലോഗ് ഔട്ട് ആയല്ലോ. എടാ, അടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാ അടിച്ച് ഷേപ്പ് മാറ്റാതെ ലോഗ് ഔട്ട് ചെയ്യില്ലടാ ഞാൻ. ഇവിടെ ഓരോരുത്തരും ഹൾക്കിനെ പോലെയാ നിക്കുന്നേ. നീയാണെങ്കിൽ ഡയറി മിൽക്കിനെ പോലെ ഉണ്ട്. അങ്ങനെ ചപ്പി തിന്നു കളയും. 2020 കളിക്കാനുള്ള സമയമാണിത്.
ജനജപമറിയുന്നൊരീശ്വര കൈ തൊഴുന്നേതാ. എന്താ ചേട്ടാ പ്രായം വളരെ കുറഞ്ഞല്ലോ. എന്റെ ഫ്രണ്ട് അബി എന്നെ ഇങ്ങനെ മാറ്റിക്കളഞ്ഞു. എന്റെ അമ്മോ, നീ എന്താ ഇങ്ങനെ? നിങ്ങളെ അഭി മാറ്റിയെങ്കിൽ എന്നെ റാം മാറ്റി. മാക് ഉപയോഗിക്കേണ്ട കാലഘട്ടത്തില് ഇവനെന്താ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നേ? ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. നോക്കൂ മിസ്റ്റർ നരസിംഹ റെഡ്ഡി, എന്റെ മുത്തശ്ശൻ 1000 വോട്ടിന്റെ വ്യത്യാസത്തിലാ തോറ്റുപോയത്. പിന്നെ എന്റെ അച്ഛൻ 100 വോട്ട് വ്യത്യാസത്തിലാ തോറ്റുപോയത്. അതിനുശേഷം ഇപ്പൊ ഞാൻ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഈ സമയത്ത് ഞാനൊരു വലിയ തെമ്മാടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റി ഒരു ആർട്ടിക്കിൾ വരെ എഴുതിക്കൊണ്ടിരിക്കുക. റൗഡികൾ എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ ഭാര്യ ബോറായി തുടങ്ങി. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ 2ാമത്തെ ഭാര്യ. അസംബ്ലിയിൽ നിന്ന് എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം. സൃജന, സാറ് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ബൈ ഡാഡി. ഏയ് ബാലു. ബൈ. ബൈ മോളെ. നീ വെറും സാധാരണ നരസിംഹ റെഡ്ഡിയാ, സായിറാം നരസിംഹ റെഡ്ഡി ഒന്നും അല്ല, മനസ്സിലായോ? ഈ പോളിത്തീൻ കവറ് വേണ്ടി വന്നല്ലോ നിന്നെ ഒന്ന് ഒതുക്കാൻ. ഇത് ഈ ഭൂമി കിടന്ന് നശിക്കണമെങ്കിൽ 100 വർഷമെങ്കിലും ആകും. മര്യാദക്ക് ആർട്ടിക്കിൾസ് കവർ ചെയ്യണം. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, ഭൂമി സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. പക്ഷേ ഭൂമിയിലെ മനുഷ്യർ പേടിക്ക് ചുറ്റുമായിരിക്കും കറങ്ങാൻ പോകുന്നത്. ഈ ലോകത്തിപ്പോ സിംഹങ്ങൾ ഗർജിക്കാറില്ലെന്ന് പറഞ്ഞ് ജനങ്ങളാകെ ആവലാതിയിലാണ്. ഡോണ്ട് ഡിസ്റ്റർബ് ലയൺസ്. ഈ സിറ്റിയാണ് എന്റെ ഫോറസ്റ്റ്. ഇവിടെ ഞാനാണ്